ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി സുധീഷും നിധിയും വിവാഹം കഴിക്കുകയും അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങുകയുമാണ്. ആദ്യ രാത്രി കഴിഞ്ഞ് നിധി രാവിലെ ഉറക്കം ഉണർന്നു നോക്കുമ്പോൾ അവിടെയെങ്ങും സുധീഷിനെ കാണുന്നില്ല. നിധി നാണത്തോടുകൂടി പുഞ്ചിരിച്ച് ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയം വാതിൽ തുറന്ന് അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, നിധി എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. നിധി പുഞ്ചിരിച്ച് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അരികിലേക്ക് വന്ന സുധീഷ് പറയുകയാണ്, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല നിധി. ഇന്നലത്തെ കാര്യം ഓർക്കുമ്പോൾ അപ്പൊ നിധി പറയണ കൂടുതൽ ഓർക്കണ്ട. പുഞ്ചിരിച്ച് സുധീഷ് പറയണ, അയ്യോ നിധിക്ക് നാണം വരുന്നുണ്ടല്ലോ. അപ്പൊ നിധി പറയണ, മതി മതി, ചുമ്മാ അതിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ റൂമിന് പുറത്താക്കും കേട്ടോ. നെഞ്ചത്ത് കൈവച്ച് സുധീഷ് പറയണ, ഇപ്പഴാ പഴയ നിധി എത്തി നോക്കുന്നത്. ഇന്നലെ റൂമിലേക്ക് വരുമ്പോൾ എപ്പോ വേണമെങ്കിലും എന്നെ പുറത്താക്കുമെന്ന് ഭയന്ന് തന്നെയാ ഞാൻ വന്നത്. നല്ല കാര്യം, നീ അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പൊ നിധി പറയണ, കല്യാണം കഴിച്ചിട്ട് ഞാൻ സുധീഷിനെ പുറത്താക്കുമോ? അപ്പൊ സുധീഷ് പറയണ, ആർക്കറിയാം, നിധിയെ കല്യാണത്തിന് സമ്മതിച്ചതുപോലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ റൂമിൽ നിന്നും നിധി എന്നെ പുറത്താക്കുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ല. സോ സ്വീറ്റ്. നിധി പുഞ്ചിരിച്ച് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് തോളിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയെ ചേർത്ത് പിടിക്കുന്നു. പെട്ടെന്നൊന്ന് ആലോചിച്ച നിധി പറയണ, അയ്യോ എനിക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, അപ്പോ നിധിക്ക് വേണ്ടിയല്ലേ പുറത്തൊരു ബാത്റൂം പണിതിരിക്കുന്നത്? എനിക്ക് പുറത്തേക്ക് പോകാൻ ഒരു ചമ്മലതാ. നിധി പറയുമ്പോൾ സുധീഷ് പറയണ, എങ്കിൽ പിന്നെ ഇവിടെയൊക്കെയാണോ? ഇവിടെ ഒരു പുതിയ ബാത്റൂം പണിതാലോ? ജോക്ക് ആണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അപ്പൊ നിധി പറയണ, ഞാൻ അതല്ല പറഞ്ഞത്. പുറത്തേക്ക് ഇറങ്ങി എല്ലാവരെയും കാണാൻ എനിക്ക് എന്തോ ഒരു ചമ്മല്. അവരെ കാണുന്നതിന് എന്താ കുഴപ്പമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ചുറ്റും നോക്കി സുധീഷ് പറയണ, ഓ നീ അങ്ങനെ പറയുന്നേ, മനസ്സിലായി മനസ്സിലായി. നിധി എന്തിനാ മടിക്കുന്നതെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. എനിക്ക് തന്നെ രാവിലെ പുറത്തിറങ്ങി അവരെ എങ്ങനെയാ ഫേസ് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. സന്തോഷത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി. ടെൻഷനോടുകൂടി നിധി ചോദിക്കുന്നു, എന്തു പറഞ്ഞു? സുധീഷ് എന്താ പറഞ്ഞേ? അപ്പൊ സുധീഷ് പറയണ, അയ്യോ നിധി വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല, ജസ്റ്റ് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. നിധി സാധാരണ പോലെ കാഷ്വൽ ആയിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ നിധി പറയണ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെന്തായിരിക്കും ചിന്തിക്കുക? അപ്പൊ സുധീഷ് പറയണ, നിധി അവർക്ക് എല്ലാവർക്കും മറ്റു ജോലികളില്ലേ, എപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അതുമാത്രമല്ല നമ്മള് സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയതറിഞ്ഞാൽ അവർക്കും സന്തോഷമല്ലേ? അപ്പൊ നിധി പറയണ, അത് ശരിയാ, എന്നാലും. അപ്പൊ സുധീഷ് പറയണ, വാ നിധി, ഞാനല്ലേ കൂടെ. സുഭാഷ് ഏട്ടനും ഹരീഷും കിച്ചണിലുണ്ട്, നികേഷ് മാത്രമേ ഹോളിലുള്ളൂ. നീ ആലോചിക്കാതെ വാ, പെട്ടെന്ന് പുറത്തേക്ക് പോകാം. നിധി ചോദിക്കുന്നു, സുധീഷ് അവരെ കണ്ടായിരുന്നോ? അപ്പൊ സുധീഷ് പറയണ, കണ്ടിട്ട് തന്നെയാ പറയുന്നത്, നീ വാ. അങ്ങനെ നിധിയുടെ കൈയും പിടിച്ച് വാതിലിന്റെ അരികിലേക്ക് വന്ന് വാതിൽ തുറക്കുകയാണ് സുധീഷ്. പെട്ടെന്ന് നിധി പിന്നോട്ടേക്ക് മാറുന്നു. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് ചായ എടുത്തോണ്ട് വരട്ടെ? അപ്പൊ സുധീഷ് പറയണ, ഇപ്പൊ വേണ്ട സുഭാഷ് ഏട്ടാ. അങ്ങനെ സുധീഷ് ഓർക്കെ നിധി എന്ന് വിളിക്കുകയാണ്. നിധി പതിയെ വാതിലിന്റെ അരികിലേക്ക് വരുമ്പോൾ എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുന്നു. ചമ്പലോടുകൂടി നിൽക്കുന്ന നിധിയോട് സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നിധി? ഇത് നമ്മുടെ വീടല്ലേ, പുറത്തേക്ക് ഇറങ്ങി വാ. സുഭാഷും നികേഷും ഹരീഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുമ്പോൾ നിധി ചമ്മലോടുകൂടി അവരെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, നിധി ഇങ്ങോട്ട് വാ. നിധി തലയിൽ കൈവച്ച് അകത്തേക്ക് പോവുകയാണ്. അപ്പൊ സുധീഷ് പറയണ, നിധി ഇങ്ങോട്ട് വാ. തലയിൽ കൈവച്ച് നിധി പറയുന്നു, എന്നെ നാണം കെടുത്താൻ ഈ സുധീഷ് മാത്രം മതി. അപ്പൊ സുധീഷ് ചോദിക്കണ, നിധി നീ പിന്നെ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. നിധി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ ഒന്നുമില്ല, നിധിക്ക് നിങ്ങളെ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ചെറിയൊരു നാണം. ഇത് കിട്ടി ഞെട്ടി ടെൻഷനോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ് നിധി. നികേഷ് ചോദിക്കുന്നു, നാണോ? എന്തിനാ സുധീഷേട്ടാ? ഹരീഷ് ചോദിക്കുന്നു, എന്തിനാ? ഒന്ന് പതിരെ. സുധീഷ് പറയണ, അതറിയില്ല, നിങ്ങൾ എല്ലാവരും കുറച്ചേരം പുറത്ത് നിൽക്കുവോ, അപ്പോഴേ നിധി വരും. ഞാൻ പോയി നിധിയെ കൂട്ടിക്കൊണ്ടുവരാം. സുഭാഷ് പുഞ്ചിരിച്ച ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, ഹരീഷേട്ടാ നമ്മൾ എങ്ങോട്ട് പോകും? അപ്പൊ ഹരീഷ് പറയുന്നു, അത് എനിക്കും അറിയില്ല. റൂമിന്റെ അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, വാ നിധി. നിധി റൂമിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുമ്പോൾ അകത്തേക്ക് കയറി വാതിലടച്ചിട്ട് സുധീഷ് പറയണ, നിധി ഇങ്ങോട്ട് വാ, അവര് പൊയ്ക്കോളും. ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ തലയിലടിച്ച് നിധി പറയുകയാണ്, ഞാൻ ഇറങ്ങി പോയേനെ, ഇപ്പൊ എന്തിനാ അവരോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞേ? അപ്പൊ സുധീഷ് പറയണ, നിധി പുറത്തേക്ക് പോയില്ലല്ലോ, അവരെ കണ്ട ഉടനെ അകത്ത് കയറിയില്ലേ? നിധി ചോദിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ നാണാണെന്നാണോ പറയുന്നേ? അതല്ലേ സത്യമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണം, ഓ ഇയാള് വലിയ ഹരിചന്ദ്രനല്ലേ, കള്ളം പറയാറില്ലല്ലോ. അങ്ങനെ നിധി ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയണ, നിധി വാ നിധി, അവരാരും ഒന്നും ചിന്തിക്കില്ല. സുധീഷ് പോന്ന നിധി പറയുമ്പോൾ, ശരി ഞാൻ പോകാം, നീ വാന്ന് പറഞ്ഞ് സുധീഷ് റൂമിന് പുറത്തേക്ക് പോവുകയാണ്. നിധി ടവലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സുധീഷ് പറയുന്നു, നിധി വാ ഇങ്ങോട്ട്. നിധി ചമ്പലോടുകൂടി പുഞ്ചിരിച്ച് സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും ഒന്ന് നോക്കിയിട്ട് വാഷ്റൂമിലേക്ക് പോവുകയാണ്. അപ്പൊ സുധീഷ് പറയണ, അത് ഒന്നുമില്ല നിധിക്ക്. അപ്പൊ സുഭാഷ് പറയുന്നു, സുധീഷ് നീ ഒന്നും പറയണ്ട, നിധി ഇപ്പൊ പോയില്ലേ, നീ ചെറിയ കാര്യത്തെ വലിയ കാര്യമൊക്കെ പറയണ്ട. ഇന്നലെ വരെ ആ കുട്ടി അതിന്റെ ഇഷ്ടത്തിന് ഇവിടെ ജീവിച്ചതാ, ഇന്ന് നീ നിധിക്ക് നാണം വരുന്നു എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുക? അപ്പൊ സുധീഷ് പറയണ, ഞാനല്ല പറഞ്ഞത്, നിധി തന്നെയാ പറഞ്ഞത് പുറത്തേക്ക് വരാൻ നാണമാണെന്ന്. അപ്പൊ ഹരീഷ് പറയുന്നു, സുധീഷേട്ടാ സുധീഷേട്ടനോട് പറഞ്ഞ കാര്യം സുധീഷേട്ടന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം, ഞങ്ങളോട് എന്തിനാ പറയുന്നേ? അപ്പൊ സുധീഷ് പറയണ, ഓ അങ്ങനെയാണോ, ഇതിപ്പോ വിട്, ഇപ്പൊ കല്യാണം
കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, മാരേജ് ലൈഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പതിയെ പതിയെ പഠിച്ചെടുക്കാം. നല്ല ഉറക്കം വരുന്നു, ഞാൻ റൂമിൽ പോയി റെസ്റ്റ് എടുക്കട്ടെന്ന് പറഞ്ഞ് സുധീഷ് റൂമിലേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് സുഭാഷ്. നികേഷും ഹരീഷും പുഞ്ചിരിച്ച് കുനിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് സുധീഷും നികേഷും ഹാളിലിരുന്ന് ചിപ്സ് കഴിക്കുമ്പോൾ കുളി കഴിഞ്ഞ് അവിടേക്ക് വന്ന ഹരീഷ് ടവല് കസേരയിലേക്ക് വലിച്ചെറിഞ്ഞ് കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി മുടി ചെയ്യുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, ഇപ്പൊ എന്താ ചെയ്തത്? ഹരീഷ് ചോദിക്കുന്നു, എന്നോടാണോ ഏട്ടത്തി ചോദിച്ചത്? അപ്പൊ നിധി പറയണ, അതെ, ഹരീഷിനോട് തന്നെ ചോദിച്ചേ. കുളിച്ചിട്ട് വന്നതാണെന്ന് ഹരീഷ് പറയുമ്പോൾ നിധി പറയണ, അത് മനസ്സിലായി. നനഞ്ഞ തോർത്ത് എന്തിനാ കസേരയിലേക്ക് വലിച്ചെറിഞ്ഞ്? എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ നനഞ്ഞ തുണികള് ഇങ്ങനെ വലിച്ചെറിയരുതെന്ന്. ടവല് കഴുകിയില്ലെങ്കിൽ സ്മെല്ല് വരത്തില്ലേ? പിന്നെ അത് തന്നെ വേണം യൂസ് ചെയ്യാൻ. എങ്ങനെ മുഖം വൃത്തിയായിട്ടിരിക്കും? ഇതൊരു ചെറിയ കാര്യമല്ലേ, ഇതെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് പതിരി ഹരീഷ് പറയുന്നു, സോറി ഇട്ടതി, ഞാൻ വെളിയിൽ കൊണ്ടുപോയി വിരിച്ചിട്ട് വരാം. ചിരിച്ചുകൊണ്ട് സുധീഷ് നികേഷിനോട് പറയുന്നു. ഹരീഷ് വിട്ടു. അവൻ നിധി പറയണ, നല്ല വെയിലത്ത് കൊണ്ടിടണം. ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ് തോർത്തുമായി ഹരീഷ് പുറത്തേക്ക് ഓടി പോവുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് നോക്കി നിൽക്കുകയാണ് സുഭാഷ്. സുധീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നു, എടാ നികേഷ്, ആ ചിപ്സ് ഇങ്ങോട്ടാ, ഇത് തീർന്നെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ, ഇപ്പൊ പൊട്ടിച്ചതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് തീർത്തോ? അപ്പൊ നികേഷ് പറയണ, ഞാൻ കഴിച്ചു, തീർന്നു. അങ്ങനെ തീർന്ന പാക്കറ്റ് തറയിലേക്ക് വലിച്ചെറിയുകയാണ് നികേഷ്. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി നികേഷിന്റെ തോളിലേക്ക് വന്നടിച്ച് നിധി ചോദിക്കുന്നു, രാവിലെ ചിപ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാ കഴിക്കുക? നികേഷ് കണ്ണു തള്ളി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് കുനിഞ്ഞിരിക്കുകയാണ്. നിധി പറയുന്നു, ചിപ്സ് കഴിച്ചിട്ട് കവർ ഇവിടെ തന്നെ ഇടുന്നു, വിവരമല്ലേ നിനക്ക്? വീട് ക്ലീൻ ചെയ്യാൻ ജോലിക്കാരൊന്നും വരാറില്ലല്ലോ, നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണ്ടേ? മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? നികേഷ് പറയുന്നു, ആ മനസ്സിലാവുന്നുണ്ട്. സുധീഷ് ചിരിക്കുമ്പോൾ നിധി പറയണ, ഇവിടെ വലിച്ചെറിയുന്നതിന് പകരം നടന്നുപോയി വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടണ്ടേ? ഇതൊക്കെ പറഞ്ഞു തന്നാലേ അറിയത്തുള്ളൂ. ഇതെല്ലാം കേട്ട് സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ഇവൻ ചെറിയ പയ്യനാ, അറിയാതെ ചെയ്യുന്നതാ. സുധീഷും അവന്റെ ഒപ്പം ഇരുന്ന് ചിപ്സ് കഴിക്കുകയായിരുന്നല്ലോ. അപ്പൊ സുധീഷ് പറയണ, ഇല്ല ഞാൻ കഴിച്ചില്ല, അവനാ കഴിച്ചേ. ഇത് കേട്ട് നിധി പറയണ, കഴിച്ചില്ലല്ലേ, ഞാൻ കണ്ടായിരുന്നു, ഇപ്പോഴും ചുണ്ടിലൊക്കെ ഇരിപ്പുണ്ട്, കഴിക്കാൻ പോലും അറിയത്തില്ല, വായിലെല്ലാം ചിപ്സാ, എന്നിട്ട് വലിയ സംസാരവും. ഞാൻ കഴിച്ചില്ലത്രേ. ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ നിധി പറയണ, ഇനി ആദ്യം രാവിലെ രണ്ടുപേരും ചിപ്സ് കഴിക്കുന്നത് കണ്ടാലുണ്ടല്ലോ, ബേക്കറി സാധനങ്ങൾ ഒന്നും കഴിക്കണ്ട, മനസ്സിലായല്ലോ? ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ നിധി നികേഷെന്ന് വിളിക്കുകയാണ്. ദേ പോയി ഏട്ടത്തി എന്ന് പറഞ്ഞ് തറയിൽ വലിച്ചെറിഞ്ഞ കവറും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് നികേഷ്. അവിടേക്ക് വന്ന ഹരീഷ് പറയുന്നു, ഏട്ടത്തി തോർത്ത് പുറത്ത് ഉണക്കാനിട്ടു. അപ്പൊ സുധീഷ് പറയണ, സൂപ്പർ ഹരീഷ്, ഇങ്ങനെ വേണം, പറയുന്നതെല്ലാം കേൾക്കണം. അപ്പൊ നിധി ചോദിക്കണ, ഹലോ, എന്താ ഷർട്ടിന്റെ 3 ബട്ടൺസ് ഇടാത്തെ? അപ്പൊ സുധീഷ് പറയണ, അത് സ്റ്റൈലാണ് നിധി. അപ്പൊ നിധി പറയുന്നു, വണ്ടി ഓടിക്കുന്ന ജോലിയല്ലേ, അല്ലാതെ സീരിയലിലും സിനിമയിലും ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പോവുകയല്ലോ. വണ്ടിയില് സ്ത്രീകളൊക്കെ കേറുന്നതല്ലേ, അപ്പൊ കുറച്ച് വൃത്തിക്കൊക്കെ ഇരിക്കണ്ടേ? ആദ്യം ഷർട്ടിന്റെ ബട്ടൺ ഇട്. ഇനി ഇതുപോലെ 3 ബട്ടൺസ് ഇടാതിരുന്നാൽ ഷർട്ട് ഞാൻ വലിച്ചു കീറും, പെട്ടെന്നിട്. അയ്യോ എന്ന് പറഞ്ഞ് നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് ഷർട്ടിന്റെ ബട്ടൺ ഇടുകയാണ്. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുഭാഷ്. നികേഷ് അവിടേക്ക് വരുന്നു. ഈ സമയം പാട്ടും പാടി സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറി വരികയാണ് ഭാസ്കരൻ. നിധി മിസ്റ്റർ സൂപ്പർ സിംഗർ എന്ന് വിളിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, യെസ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിധി ചോദിക്കുന്നു, രാത്രി ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ ഭാസ്കരൻ ചോദിക്കണ, ഞാൻ എന്ത് ചെയ്തു? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇത് കേട്ട് നിധി പറയണ, എങ്ങനെ ഓർമ്മ വരാനാ, കള്ളു കുടിക്കുന്നത് അതുപോലെയല്ലേ, പാട്ടും പാടി എന്തൊരു ഡാൻസ് ആയിരുന്നു. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ, നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ സന്തോഷത്തിൽ ഡാൻസ് ചെയ്തതാ, അത് തെറ്റാണോ? നിധി ചോദിക്കുന്നു, ഞാനിപ്പോ അത് ചോദിച്ചായിരുന്നോ? ഞാനെന്താ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നതാണോ? ഈ വീട്ടിൽ തന്നെയല്ലേ 1 വർഷമായിട്ട് താമസിക്കുന്നത്. കള്ളു കുടിക്കാനുള്ള ഓരോരോ കാരണങ്ങൾ. പ്രായത്തിനൊത്ത പക്വതയോടുകൂടി ജീവിക്കാൻ നോക്ക്. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ, ഡാൻസ് ചെയ്യുന്നതിനൊക്കെ പ്രായമുണ്ടോ? സന്തോഷമാണെങ്കിൽ എപ്പോ വേണമെങ്കിലും ഡാൻസ് ചെയ്യാം. അപ്പൊ നിധി പറയണ, ഡാൻസ് കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കുടിച്ചിട്ട് ഡാൻസ് കളിക്കുന്നതാണ് തെറ്റ്. അച്ഛൻ കുടിക്കുന്ന കുടിയില് ലിവറൊക്കെ ഉണ്ടോന്ന് പോലും അറിയില്ല. അപ്പൊ ഭാസ്കരൻ പറയണ, എന്റെ ലിവർ ഗുഡ് കണ്ടീഷനിലാ. അപ്പൊ നിധി പറയുന്നു, ഇതിനൊന്നും ഒരു കുറവുമില്ല, BP കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, അതൊന്നും കാര്യമാക്കിയിട്ട് പോലും ഇല്ലല്ലോ, ഇങ്ങനെ കുടിച്ചാൽ ഒരു ദിവസം ഹാർട്ട് പെട്ടെന്ന് നിൽക്കും. ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനാ മോളെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ നിധി പറയണ, രാത്രി തന്നെ പറഞ്ഞേനെ, അപ്പൊ ബോധമൊന്നും ഇല്ലായിരുന്നല്ലോ. ദേ നോക്കച്ച, ഈ കള്ളുകൂടി ആദ്യം നിർത്തണം, അതാ നിങ്ങൾക്ക് നല്ലത്. ദിവസം എന്നെ കൊണ്ട് ഇങ്ങനെ വഴക്ക് പറയിപ്പിക്കരുത്, മനസ്സിലാവുന്നുണ്ടോ? കണ്ണുതള്ളി ഭാസ്കരൻ പറയണ, മനസ്സിലാവുന്നുണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ഭാസ്കരൻ അവിടേക്ക് ഇരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, മോളെ ചായ എടുക്കട്ടെ? വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ചായ ഇട്ടോളാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്തിനാ മോളെ, ഞാൻ ചായ ഇട്ട് തരാം. അങ്ങനെ സുഭാഷ് അടുക്കളയിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയണ, സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ്, എന്തിനാ സുഭാഷ് ഏട്ടൻ തന്നെ എല്ലാ ജോലികളും ചെയ്യുന്നത്? വീട്ടിൽ ഇത്രയും പേരില്ലേ, സുഭാഷ് ഏട്ടൻ മാത്രം ഇങ്ങനെ കിച്ചണിൽ നിൽക്കണം? എന്താ ഇവരാരും ജോലി ചെയ്യില്ലേ? എന്താ നിങ്ങൾ ചെയ്യില്ലേ? ഇത് കേട്ട് സുധീഷ് പറയണ, ആര് പറഞ്ഞു ചെയ്യില്ലെന്ന്? എടാ ഹരീഷ്, നികേഷ്, നിധി പറഞ്ഞതുപോലെ പോയി സുഭാഷ് ഏട്ടനെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നികേഷ് പറയണ, ശരി സുധീഷ് ഏട്ടാ, ഞാൻ പാത്രം കഴുകാം. അപ്പൊ ഹരീഷ് പറയുന്നു, ശരി, അപ്പൊ ഞാനും പാത്രം കഴുകാം. സുധീഷ് പറയുന്നു, ആ പെട്ടെന്ന് ചെല്ല്, പെട്ടെന്ന് ജോലിയെല്ലാം തീർക്കണം. ഇത് കേട്ട് ഹരീഷും നികേഷും അടുക്കളയിലേക്ക്
റൂമിലേക്ക് പോവുകയാണ്. പുഞ്ചിരിച്ച് നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നിധി എല്ലാവരും ജോലി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുഞ്ചിരിച്ച് നിധി പറയണ, എല്ലാവരും ജോലി ചെയ്യും, നിങ്ങൾ ഇങ്ങനെ വെറുതെ നിൽക്കും അല്ലെ? ഒന്ന് മുതലേ സുധീഷ് പറയണ, ഞാനോ? ഞാൻ വീട് തൂത്ത് വൃത്തിയാക്കാൻ പോകുക, ഞാൻ പോയി ചൂലെടുത്തോട്ട് വരട്ടെ എന്ന് പറഞ്ഞ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ നിധി റൂമിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ്, എന്റെ അമ്മേ ഇവളെന്താ ഇങ്ങനെ, രക്ഷപ്പെട്ടു, എഴുന്നേറ്റ് വാന്ന് പറഞ്ഞ് ഭാസ്കരൻ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ കഴിക്കാൻ എടുക്കട്ടെ? അപ്പൊ ഭാസ്കരൻ പറയുന്നു, ഒരു ഫുൾ മീൽസ് കഴിച്ചതുപോലെ ഉണ്ട്, ആളെ വിട്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് ചൂലുമായി അവിടേക്ക് വന്ന് അടിച്ചു വരാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയണ, എടാ നന്നായിട്ട് തൂക്കണം, ഇല്ലെങ്കിൽ അതിന്റെ പേരിലായിരിക്കും വഴക്ക് കേൾക്കുക. അവിടേക്ക് വന്ന നികേഷ് പറയണ, കല്യാണത്തിന് ശേഷം ഏട്ടത്തി ഒരുപാട് മാറിപ്പോയി. നികേഷിന്റെ കയ്യിലുള്ള സോപ്പ് ഹരീഷിന്റെ ദേഹത്തേക്ക് തെറിക്കുകയാണ്. ഹരീഷ് പറയണ, എടാ പതിയെ, ഇപ്പൊ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഈ സമയം സുധീഷ് എന്ന് വിളിച്ച ദേഷ്യത്തോടു കൂടി അവിടേക്ക് വന്ന നിധി സുധീഷിന്റെ മുഖത്തേക്ക് നനഞ്ഞ ടവല് വലിച്ചെറിയുകയാണ്. സുധീഷും സുഭാഷും ഹരീഷും നികേഷും ഞെട്ടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, ഇപ്പൊ പറഞ്ഞിട്ട് പോയതല്ലേ ഉള്ളൂ, ബെഡില് നനഞ്ഞ തോർത്ത് കൊണ്ടിട്ടിരിക്കുന്നു, കുളിച്ചിട്ട് തോർത്തും ടവലും ഒക്കെ നനവോട് ബെഡിൽ കൊണ്ട് വലിച്ചെറിയുകയാണോ ചെയ്യുന്നത്? അതെന്താ ബാച്ചിലേഴ്സിന്റെ റൂമാണോ? തറയിൽ വീണ തോർത്തെടുത്ത സുധീഷ് പറയുന്നു, നിധി സോറി, വെയിലത്തിടണമെന്ന് വിചാരിച്ചതാ, ഞാൻ മറന്നുപോയി, ദേ ഇപ്പൊ തന്നെ കൊണ്ടിടാന്ന് പറഞ്ഞ് സുധീഷ് തോർത്തുമായി പുറത്തേക്ക് ഓടി പോവുകയാണ്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷ് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ സുഭാഷ് പുഞ്ചിരിച്ച് കുനിങ്ങി നിൽക്കുകയാണ്. ഹരീഷും നികേഷും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ നിധി തിരിഞ്ഞ് അവരെ നോക്കുകയാണ്. ദേ പോയി എന്ന് പറഞ്ഞ് ഹരീഷും നികേഷും അടുക്കളയിലേക്ക് ഓടി പോകുന്നു. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോവുകയാണ് സുഭാഷ്. തുടർന്ന് ഹരീഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സുധീഷ് ഹരീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹരീഷ് പറയുന്നു, നീതു നീ എല്ലാത്തിനും വഴക്ക് കൂടുന്ന ആളാണെന്ന് എനിക്കറിയാം, ഇതിനും വഴക്ക് കൂടുമെന്ന് എനിക്കറിയാം, നിന്നോട് ഞാൻ സംസാരിക്കുന്നത് വേസ്റ്റാ, ഫോൺ വെക്കടാന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് നീതു. അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, വീണ്ടും നിങ്ങളുടെ വഴക്ക് തുടങ്ങിയോ? അപ്പൊ ഹരീഷ് പറയണ, ഇപ്പൊ സുധീഷ് ഏട്ടനും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ സുധീഷ് പറയുന്നു, അതെ ഞാൻ സെറ്റിലായി, സന്തോഷമായിട്ട് ജീവിക്കുക, അതുകൊണ്ട് അനിയൻ കഷ്ടപ്പെടുമ്പോൾ കണ്ടോണ്ട് നിൽക്കാൻ പറ്റുമോ? എന്താ പ്രശ്നം? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഞാൻ വെറുതെ നീതുവിനോട് ചോദിച്ചു, പഠിത്തം കഴിഞ്ഞില്ലേ, ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന എന്തിനാ, എന്തെങ്കിലും ഒരു ജോലിക്ക് പോണ്ടേന്ന്. നല്ല കാര്യമല്ലേ നീ പറഞ്ഞെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണ, അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനൊരു മെഡിക്കൽ ഷോപ്പ് നടത്താൻ പോവുകയാണ്, നിന്റെ കടയേക്കാൾ വലിയ കടയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച എന്റെ അടുത്തുനിന്ന് പോയത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെയാ അവൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ദേഷ്യം വന്നിട്ട് മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞ എന്റെ അടുത്തുനിന്ന് പോയത്. ഉടനെ മെഡിക്കൽ ഷോപ്പ് തുടങ്ങുമെന്നാ ഇപ്പൊ ഫോണിലൂടെ പറഞ്ഞത്. ഞാൻ മെക്കാനിക് ഷോപ്പ് വെച്ചിരിക്കുന്നത് കൊണ്ട് അവക്ക് മെഡിക്കൽ ഷോപ്പ് വേണമെന്ന്. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, മെഡിക്കൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ എന്ത് വലിയ ജോലിയാണെന്നറിയോ? ആദ്യമേ ഒരു കട എടുക്കണം, അതിന് അഡ്വാൻസ് കൊടുക്കണം, പിന്നെ മരുന്നൊക്കെ വാങ്ങി നിറയ്ക്കണം, നീതുവിന് ആ മരുന്ന് ഏതൊക്കെയാണെന്ന് അറിയണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഹരീഷ് പറയണ, ഇതൊന്നും അവിടെ ടെൻഷനേ അല്ല, അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവക്ക് ദേഷ്യം വരും, പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും, ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് പോലും കേൾക്കാൻ നിൽക്കില്ല. അപ്പൊ സുധീഷ് പറയണ, അവൾ എവിടെ പോകാനാ, നിന്റെ അടുത്തേക്ക് തന്നെ വരും വാന്ന് പറഞ്ഞ ഹരീഷിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സുധീഷ്. തുടർന്ന് നികേഷും സുധീഷും ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ട് ഹോളിലിരിക്കുകയാണ്. ഹരീഷ് തേങ്ങ ചിരകുന്നു. റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി നികേഷ് എന്ന് വിളിക്കുമ്പോൾ നികേഷും സുധീഷും നിധിയെ നോക്കുകയാണ്. നിധി ചോദിക്കുന്നു, രാവിലെ തന്നെ ഫോൺ എടുത്തോണ്ടിരിക്കുകയാണോ? ഇല്ല എടുത്തി, നോട്ട് നോക്കുകയായിരുന്നു എന്ന് നികേഷ് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തു മാറ്റി അവിടെ ഇരിക്കുന്ന തുണികളെല്ലാം മടക്കി വെക്കുകയാണ് സുധീഷ്. നോട്ട് കാണിച്ചെന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയണ, അല്ല എടുത്തി, നോട്ട്സ് വരും, അത് വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് നിധി ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയണ, ഞാൻ ജോലി ചെയ്യുകയല്ലേ, സുഭാഷിന് ചട്നിക്ക് തേങ്ങ വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് തലയാട്ടി നിധി സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് അവിടെയുള്ള തുണികളെല്ലാം എടുത്ത് ബക്കറ്റിലേക്ക് വെക്കുന്നു. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, നിധി ഈ വീട് മുഴുവൻ തുണി ഇട്ടേക്കുക, ഈ തുണികളെല്ലാം കഴുകാന്ന് വിചാരിച്ചു, നീ പറയുന്നത് ഞാൻ കേൾക്കാതിരിക്കുവോ നിധി എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് നിധിയുടെ കവളിൽ പിടിക്കുകയാണ് സുധീഷ്. നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ദേഷ്യത്തിലാണല്ലോ നോക്കുന്നത്, ഞാൻ ഈ തുണിയെല്ലാം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുന്നു. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് അടുക്കളയിലേക്ക് വന്ന നിധി പറയുന്നു, നാളെ മുതൽ ഓരോരുത്തർക്കും ഉള്ള ജോലിയുടെ ടൈം ടേബിളില് ഹോളിലൊട്ടിക്കും, അതനുസരിച്ച് വേണം ഓരോരുത്തരും ജോലികൾ ചെയ്യാൻ, അവരത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവിടെ നടക്കുന്നത് വേറെ ആയിരിക്കും. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ശരി മോളെ, ചായ എടുക്കട്ടെ? വേണ്ട സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ ഹോളിലേക്ക് വന്ന നിധി അവിടെ ഇരിക്കുന്ന നികേഷിനെയും ഹരീഷിനെയും സുധീഷിനെയും ശ്രദ്ധിക്കുകയാണ്. എല്ലാവരും ടെൻഷനോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ടും പറയുക, സുഭാഷ് ഏട്ടൻ നമ്മുടെ ജോലിക്കാരനല്ല, ഇവിടെയുള്ള ജോലികളെല്ലാം ചെയ്തിട്ട് കൺസ്ട്രക്ഷനിൽ പോയി വീണ്ടും ജോലി ചെയ്യണം, അതിന്റെ ആവശ്യമുണ്ടോ സുഭാഷ് ഏട്ടന്? ഭാസ്കരനും അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. നിധി പറയണം, ഇതുവരെ സുഭാഷ് ഏട്ടൻ എല്ലാം ചെയ്തു തരുമായിരുന്നായിരിക്കും, പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല, ഇനി ഈ വീട്ടിലുള്ളവര് ഈ ഏട്ടത്തെ പറയുന്നത് കേട്ട് അനുസരിച്ച് നടന്നോണം. എന്താ നികേഷ്, നിനക്ക് ഓക്കെ അല്ലേ? അപ്പൊ നികേഷ് പറയണം, ഓക്കെയാണ് ഏട്ടത്തി. നിധി ഹരീഷ് എന്ന് വിളിക്കുമ്പോൾ തേങ്ങ ചിരുകി കഴിഞ്ഞാൽ അവിടെ വന്ന് എഴുന്നേറ്റ് ഹരീഷ് പറയുന്നു, ശരി ഏട്ടത്തി, ഏട്ടത്തി പറയുന്നത് പോലെ ചെയ്തോളാം. നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, എനിക്ക് ഓക്കെയാ. പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി ഭാസ്കരനോട് ചോദിക്കുന്നു, അവിടെ പറഞ്ഞത് അച്ഛൻ
അച്ഛന്റെ ചെവിയിലും കേട്ടു കാണുമല്ലോ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ് കേട്ടു മോളെ, നന്നായിട്ട് കേട്ടു. അപ്പൊ നിധി പറയുകയാണ് ഇനി കള്ളു കുടിച്ചിട്ട് ഇവിടെ വന്ന് പാട്ടും പാടി ഡാൻസ് ചെയ്യരുത്, കള്ളു കുടിക്കരുതെന്നാ പറഞ്ഞേ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ് അയ്യോ അതിന്റെ പേരിൽ എന്നെ നേരത്തെ വഴക്ക് പറഞ്ഞായിരുന്നല്ലോ മോള്. അപ്പൊ നിധി പറയുകയാണ് ഒന്നല്ല 2 തവണ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി കുടിച്ചിട്ട് വന്നാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുക. ശരിയെന്ന് പറഞ്ഞ ഭാസ്കരൻ തലയാട്ടുമ്പോൾ നിധി അകത്തേക്ക് പോവുകയാണ്. ഹാളിലേക്ക് വന്ന നിധി കാണുകയാണ് ഹരീഷ് തേങ്ങ ചിരുകിയ സ്ഥലത്ത് ചുറ്റും തേങ്ങ കിടക്കുന്നതായി. നിധി ഉറക്കെ ഹരീഷ് എന്ന് വിളിക്കുമ്പോൾ ഇപ്പൊ എന്താ ഏട്ടത്തിന്ന് ചോദിച്ച് ഹരീഷ് അവിടേക്ക് ഓടി വരികയാണ്. അപ്പൊ നിധി പറയണ ഇതെന്താ ഹരീഷ്, തേങ്ങ ചിരുകി കൊടുത്തു, അത് നല്ല കാര്യം തന്നെയാ, പക്ഷെ ഇവിടെ ക്ലീൻ ചെയ്യണ്ടേ, ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഉറുമ്പ് വരത്തില്ലേ. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും നിധി. എന്താടാ വൃത്തിയാക്കെന്ന് പറഞ്ഞ് ചൂലെടുത്ത് ഹരീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ്. ഹരീഷ് അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ നീ എന്താടാ ചെയ്യുന്നേ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് സുഭാഷ് അവിടേക്ക് വരികയാണ്. സുഭാഷിനെ തടഞ്ഞുകൊണ്ട് നിധി പറയണ സുഭാഷ് ഏട്ടാ ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത് ഹരീഷ് ചെയ്യാ, ആദ്യം ഈ വീട് മൊത്തത്തിൽ മാറ്റണം, ഈ വീട് മൊത്തത്തിൽ വൃത്തിയില്ലാതെ കിടക്കുക. അരികിലേക്ക് വന്ന നികേഷ് ചോദിക്കണേ എന്താ ഏട്ടത്തി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ നിധി പറയണേ പിന്നെ ഞാൻ വേറെന്താ പറയാ, ഇത് നമ്മുടെ വീടാണ്, ഇത് വൃത്തികേടാക്കരുതെന്ന് ഈ വീട്ടിലുള്ള ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ. സുഭാഷ് ഏട്ടൻ തന്നെ പറ, ഈ വീട്ടിൽ പ്രശ്നമൊന്നുമില്ലേ, ഒരുപാടെടുത്ത് ഓടിളകിയിരിക്കുക, ചില ജനലൊക്കെ തുറക്കാൻ ശ്രമിച്ചാൽ അപ്പൊ പൊളിഞ്ഞു വീഴുവാൻ തോന്നും. അപ്പൊ സുഭാഷ് പറയണ അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാം മോളെ. അപ്പൊ നിധി പറയുന്നു അത് മാത്രമല്ല സുഭാഷ് ഏട്ടാ, ആരെങ്കിലും ഒരാൾ വന്നാൽ ഇരിക്കാൻ നല്ലൊരു സോഫ പോലും ഇല്ല, നല്ലൊരു സോഫ വാങ്ങണം, TV വാങ്ങണം, ഫ്രിഡ്ജ് വാങ്ങണം, നമുക്ക് ഈ വീടിനെ നല്ലൊരു വീടാക്കി മാറ്റണം. ഇത് കേട്ട് സുഭാഷ് പറയണ മോള് പറയുന്നത് ശരിയാ, അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ നിധി പറയണ ഇതിന് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട്, സുഭാഷ് ഏട്ടൻ മാത്രം എല്ലാം ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഷെയർ തന്ന് കോൺട്രിബ്യൂട്ട് ചെയ്താലേ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ സമയം ഭാസ്കരൻ അവിടേക്ക് വരുമ്പോൾ നിധി പറയുകയാണ് അച്ഛനോട് കൂടിയാ പറഞ്ഞത്, ഒരു വണ്ടി വാങ്ങിയത് മാത്രം പോരാ, വീട്ടിലേക്ക് അച്ഛനും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ, സമ്പാദിക്കുന്ന കാശ് കുടിക്കാൻ മാത്രം ഉപയോഗിക്കരുത്, നമ്മുടെ വീട്ടിലേക്കും കുറച്ച് ഷെയർ തരണം, ഇത് എന്റെ വീടാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞാൽ മാത്രം പോരാ, വീടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഭാസ്കരൻ ചോദിക്കുന്നു എന്താ എന്നോട് കാശ് ചോദിക്കുകയാണോ. അപ്പൊ നിധി പറയുകയാണ് അച്ഛന്റെ വീടിന് വേണ്ടി അച്ഛനോട് ചോദിക്കാതെ അടുത്തുള്ള വീട്ടുകാരനോട് ചോദിക്കാൻ പറ്റുമോ, അച്ഛനോട് മാത്രമല്ല പറഞ്ഞത് എല്ലാവരോടും കൂടിയാ പറഞ്ഞത്, ഈ വീട് നല്ലതല്ല, ഇതൊരു വീടാണെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഇത് കംപ്ലീറ്റ് ആയി വീടാക്കി മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ, ഈ വീട് അച്ഛന്റെ പേരിലല്ല എന്ന് പറഞ്ഞ് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇപ്പം വിൽപത്രം അച്ഛന്റെ പേരിലാണല്ലോ, എല്ലാവരും കൂടി നന്നായി ശ്രമിച്ചാൽ ഈ വീടിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് കേട്ട് സുധീഷ് പറയണ കറക്റ്റ് നിധി പറയുന്നത് പോയിന്റ് ആണ്. അപ്പൊ നിധി പറയണ നിങ്ങളോടും കൂടിയാ പറഞ്ഞത്, എല്ലാവരും ചിലവിനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഒരു എമൗണ്ട് തന്നേ പറ്റൂ, അപ്പോഴേ ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ പറ്റും, മനസ്സിലാവുന്നുണ്ടോ. മനസ്സിലായി എന്ന് ഹരീഷ് പറയുമ്പോൾ നിധി ചോദിക്കണ എല്ലാവരും കഴിച്ചോ. സുഭാഷ് പറയുന്നു ചമ്മന്തി റെഡിയായി മോളെ, ദോശ ചുട്ടാ മതി. അപ്പൊ നിധി പറയണ ഞാൻ ദോശ ഉണ്ടാക്കാം. അങ്ങനെ നിധി അടുക്കളയിലേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് സുഭാഷ്. ഭാസ്കരൻ പുറത്തേക്കും പോകുന്നു. സുധീഷ് ഹരീഷിനോട് പറയണ ഒരു കൊടുങ്കാറ്റ് വന്നു പോയതുപോലെ ഉണ്ടല്ലേ. ഇത് കേട്ട് നികേഷ് പറയുന്നു ഇത് കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞാൽ ഇപ്പൊ പോയ കൊടുങ്കാറ്റ് തിരിച്ചു വരും. അങ്ങനെ നികേഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് പറയണ മിണ്ടാ നിന്നോ, അതാ നല്ലത്. തുടർന്ന് നിധി ദോശ ഉണ്ടാക്കുമ്പോൾ പ്ലേറ്റുമായി അരികിലേക്ക് വന്ന സുഭാഷ് പറയണ മോളെ ഇതിലേക്ക് ഇട്ടോ, ഞാൻ ഓരോരുത്തർക്കായി കൊടുത്തിട്ട് വരാം. അപ്പൊ നിധി പറയണ എന്തിനാ സുഭാഷ് ഇടാ, ആദ്യം മൊത്ത ദോശ ഉണ്ടാക്കാം, എന്നിട്ട് ഹോട്ട് ബോക്സിൽ ഇട്ട് വെക്കാം. ഹോട്ട് ബോക്സ് വന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയണ നമ്മുടെ വീട്ടിൽ ഹോട്ട് ബോക്സ് ഇല്ലല്ലേ, സാരമില്ല നമുക്കൊരെണ്ണം വാങ്ങാം, ദോശ ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും എല്ലാം ഉണ്ടാക്കിയിട്ട് ഹോട്ട് ബോക്സിൽ വെക്കണം, എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണം. ശരി മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ദോശ ഉണ്ടാക്കി പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. തുടർന്ന് നിധിയും സുഭാഷും ദോശയും ചമ്മന്തിയും ഹോളിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ എല്ലാവരും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. നിധി ചോദിക്കുന്നു എന്താ ഇനി എല്ലാവരെയും പ്രത്യേകം വിളിക്കണോ ഭക്ഷണം കഴിക്കാൻ. അയ്യോ വേണ്ടെന്ന് പറഞ്ഞ് സുധീഷും നികേഷും ഹരീഷും ഓടി വന്ന് അവിടേക്ക് ഇരിക്കുകയാണ്. നിധി ദേഷ്യത്തോടു കൂടി അവരെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കണ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്, പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നില്ലേ. അപ്പൊ നിധി പറയുന്നു പോയി കൈ കഴുകിട്ട് വാ, ദേ ഇപ്പൊ വരാന്ന് പറഞ്ഞ എല്ലാവരും എഴുന്നേറ്റ് കൈ കഴുകാനായി ഓടി പോവുകയാണ്. തുടർന്ന് ഭാസ്കറിനുള്ള ഭക്ഷണം പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് സുഭാഷ്. നിധി അത് വാങ്ങി അച്ഛ ദാ കഴിക്കെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുകയാണ്. താ മോളെ എന്ന് പറഞ്ഞ് അത് വാങ്ങി ഭാസ്കരൻ പറയുകയാണ് ഇത്രയും ചെറിയ ദോശയ്ക്ക് എന്തിനാണോ ഇത്രയും വലിയ പ്ലേറ്റ്. നിധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. തുടർന്ന് നിധി എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ്. മതിയെന്ന് ഹരീഷ് പറയുമ്പോൾ നിധി ചോദിക്കേണ്ട എന്ത് മതി, കടയിൽ പോയി ജോലി ചെയ്യേണ്ടതല്ലേ, 3 ദോശ കഴിച്ചേ പറ്റൂ, ഇതാ കഴിക്കെന്ന് പറഞ്ഞ് ഹരീഷിന്റെ പ്ലേറ്റിലേക്ക് ദോശ വെച്ച് കൊടുക്കുകയാണ് നിധി. സുധീഷ് മതിയെ ഹരീഷിനോട് പറയുന്നു എടാ എന്താടാ നിധി ഇങ്ങനെ മാറിപ്പോയെ. അപ്പൊ ഹരീഷ് പറയണ അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്, ഞാൻ സുധീഷേട്ടനോടല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ സുധീഷ് പറയണ ചോദിച്ചാലും എന്റെ കയ്യിൽ മറുപടിയില്ല, പക്ഷെ നിധി പറയുന്നതൊക്കെ കേൾക്കാൻ നന്നായിട്ടുണ്ടല്ലേ, കുറച്ച് ഭയമുണ്ട്. അവിടെ എന്ത് സംസാരമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ അതൊന്നുമില്ല നിധി, ഇവന് മുട്ടദോശ വേണോ, അത് ചോദിക്കാൻ മടിച്ച് എന്നോട് ചോദിച്ചോണ്ടിരിക്കുക, ഞാൻ എപ്പോഴാ ചോദിച്ചെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ ശരി ഞാൻ എപ്പോ മുട്ടദോശ കൊണ്ടുവരാം. എഴുതിയിട്ട് ഹരീഷ് പറയണ അയ്യോ വേണ്ട ഏട്ടത്തി അതൊന്നും വേണ്ട, അത് സാരമില്ല ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് നിധി
നിധി പറയുമ്പോൾ സുഭാഷ് പറയണം മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ കൊണ്ടുവരാം. അവൻ നിധി പറയണം സുഭാഷിയുടെ കഴിക്കുക, ഒരു മുട്ടദോശയല്ലേ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അങ്ങനെ നിധി അടുക്കളയിലേക്ക് പോയി മുട്ടദോശ ഉണ്ടാക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു സുധീഷേട്ടാ ഞാൻ എപ്പോഴാ മുട്ടദോശ ചോദിച്ചേ? അപ്പൊ സുധീഷ് പറയണ നീ ഒന്ന് അടങ്ങടാ, നിനക്ക് വേണമെങ്കിൽ എനിക്ക് തന്നാ മതി. പ്ലേറ്റിലിരിക്കുന്നതൊക്കെ കഴിക്കോ അതോ അത് ഞാൻ കഴിക്കണോ? അപ്പൊ ഹരീഷ് പറയണ ഒന്ന് പോയ സുധീഷേട്ടാ മുട്ടദോശ വരട്ടെ, അതിൽ തൊട്ടാൽ കൊന്നുകളയും ഞാൻ. സുധീഷ് ചോദിക്കുന്നു ഒരു മുട്ടദോശയ്ക്ക് വേണ്ടി നീ എന്നെ കൊല്ലുവോടാ? അപ്പൊ സുഭാഷ് പറയണ സംസാരിച്ചോണ്ടിരിക്കാതെ കഴിക്ക്. നിധി മുട്ടദോശ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഹരീഷിന് കൊടുക്കുകയും അവരെല്ലാവരും സന്തോഷത്തോടു കൂടി അത് കഴിക്കുകയുമാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്